ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡയറി ടു ഡെത്തിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ചാമ്പും ജെറിനും കൂടെ ആയിട്ട് ജെയിനെ കാണാൻ ഹോസ്പിറ്റലിലോട്ട് പോകുന്നതാണ്. ആ സമയം ജെറിൻ ചോദിക്കുന്നുണ്ട്, അല്ല ഈ പോലീസുകാരടുത്തൊക്കെ പറയാതെ നമ്മളിങ്ങനെ വന്നത് ശരിയായോ എന്ന്. ചാമ്പ് ആ സമയം നമ്മളെന്തിനാ പോലീസുകാരോട് പറയുന്നത്, വേറെ പിന്നെ നമുക്ക് പറയാനായിട്ട് ഇപ്പോൾ ആരാ ഉള്ളത്, ആകെ ജീവനോണ്ടിരിക്കുന്നത് നമ്മൾ 3 പേരാണ്. നമുക്ക് അവനെ മീറ്റ് ചെയ്തിട്ട് എങ്ങനെ സർവൈവ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ അവൻ്റെ ചേട്ടൻ്റെ അടുത്തുനിന്നും എല്ലാം പോലീസുകാർ എന്തായാലും കണ്ടുപിടിച്ചോ, എന്താണ് പ്ലാൻ ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ അവർ ജയിലടുത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം ജയിലടുത്തും അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ പോലീസിനെ കണ്ണിപ്പെടാതെ ജയ് പതുക്കെ എമർജൻസി എക്സിറ്റിൻ്റെ ആ ഒരു വഴിയിലേക്ക് മാറിയിരിക്കുകയാണ്. അവരും അങ്ങോട്ടേക്കാണ് വരുന്നത്. അങ്ങനെ ഇവർ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ജെറിന് കിട്ടിയ ആ ഒരു ട്രൂത്ത് ഓർ ഡെയറിന്റെ ലെറ്റർ ജയ്ക്ക് വായിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. ജയ് അതിൽ വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇതുപോലെയായിരുന്നു: ഷെറിനും ഷാമും തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഫായി ആണെങ്കിൽ പ്രഗ്നന്റ് ആയപ്പോൾ അവളെ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് അബോർഷൻ ചെയ്യാനായിട്ട് കൊണ്ടുപോയി. അവളിൻ്റെ അടുത്ത് കാല് പിടിച്ച് പറഞ്ഞതായിരുന്നു ഷാമ്പിൻ്റെ അടുത്ത് താൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിയിക്കരുതെന്ന്. എന്നിട്ടും നീ നിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് അത് അറിയിച്ചു. നിന്റെ ഫ്രണ്ടിനുള്ളത് എന്താണോ അതൊക്കെ നേടിയെടുക്കാനായിട്ട് നീ ആഗ്രഹിച്ചു എന്നും നീ സെൽഫിഷ് ആയി എന്നും കൂടെ അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഫായി പ്രഗ്നന്റ് ആണെന്നുള്ള ഒരു പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ ഫോട്ടോ എല്ലാം തന്നെ ഇവക്ക് അയച്ചു കൊടുത്തത് ഇവളാണെങ്കിൽ പറയരുതെന്ന് പറഞ്ഞിട്ട് പോലും ഷാമ്പിന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സീനെല്ലാം തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ജയ് അങ്ങനെ ആ ഒരു ലെറ്റർ വായിച്ചു കഴിയുമ്പോൾ അടുത്ത ലെറ്ററിന് വേണ്ടി നോക്കുന്നുണ്ട്. കാരണം ഒരാളുടെ ട്രൂത്തിൻ്റെയും ഡെയറിൻ്റെയും ഓരോരോ ലെറ്റേഴ്സ് ഉണ്ടാകും. എന്നാൽ നോക്കുമ്പോൾ ചെറിൻ്റെ ആകെ ഒരു ലെറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കും ചാമ്പ് പറയുന്നുണ്ട്, അത് തന്നെയാണ് കാര്യം, ഞങ്ങൾക്കൊക്കെ ഒരൊറ്റ ലെറ്ററേ കിട്ടിയുള്ളൂ. നീ സീരിയസ് ആയിട്ട് പറ, ഈ ലെറ്ററൊക്കെ ഞങ്ങൾക്ക് തരുന്നത് നീയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവനെ സംശയിക്കാനുള്ള റീസണും ചാമ്പ് പറയുന്നുണ്ട്. അതായത് ടോങ്ക്ള മരിക്കുന്ന ഒരു സമയത്ത് നീ ആ സീനിൽ വന്നായിരുന്നു, പക്ഷേ എന്നിട്ടും കില്ലർ നിന്നെ കൊല്ലാതെ വെറുതെ വിട്ടു. അപ്പോൾ പിന്നെ നീ ആവാനും നല്ല ചാൻസ് ഇല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ജയ്യാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സംശയിക്കേണ്ടത് നിന്നെയാണ്. കാരണം നീയാണെങ്കിൽ എന്തുമാത്രം വൃത്തിയായിട്ട പരിപാടികളാണ് നിൻ്റെ ഫ്രണ്ട്സിനോട് കാണിച്ചത്. അതുമാത്രമല്ല നീയും ഇവളും കൂടി ചേർന്നിട്ട് ഫായിനെ ചീറ്റിങ് വരെ ചെയ്തില്ലേ നീ ചോദിക്കുന്നുണ്ട്. ആ സമയം ചാമ്പാണെങ്കിൽ നീ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട, ഫായും ഞാനും ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നീയും അവളും ഇൻറ്റിമേറ്റ് ആവുകയും ചെയ്തില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ജെറിനപ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് നമ്മൾ 3 പേരും ഇതിലൊന്നും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്കാണെങ്കിൽ ഈ തർക്കിക്കുന്ന നേരത്ത് എങ്ങനെയും സർവൈവ് ചെയ്യാനും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ജയ്യപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇനി എന്താ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അവരോട് ചോദിക്കുകയാണ്. അവിടെ നിന്ന് പിന്നീട് സീൻ കട്ടായിട്ട് ക്യാമിനെ കാണിക്കുമ്പോൾ നൈറ്റ് അവൻ വീടിൻ്റെ പുറത്ത് വന്ന് സ്മോക്ക് ചെയ്തുകൊണ്ടും ഡ്രിങ്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സമയം ജെയ്ഡും അവൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ക്യാമിനപ്പോൾ ഓക്കെ താൻ എന്തുകൊണ്ടാണ് ജെയ്ഡിനെ ആ ഒരു കേസിൽ നിന്ന് മാറ്റി നിർത്താനും തൻ്റെ അടുത്തുനിന്ന് അകറ്റാനും ശ്രമിക്കുന്നതെന്നുള്ള റീസൺ അവൻ തുറന്ന് പറയാനേ തീരുമാനിക്കുന്നുണ്ട്. അതിനായിട്ട് അവനാണെങ്കിൽ അവൻ്റെ മൊബൈലിൽ എന്തോ ഒരു സംഭവം എടുത്തിട്ട് ജെയ്ഡിനത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മുമ്പുണ്ടായ ഒരു ഇൻസിഡൻറ്റ് നമ്മളെ കാണിക്കുകയാണ്. മുമ്പ് തന്നെ ക്യാമിനും പിന്നെ സ്പെഷ്യൽ ഡിവിഷനിലുള്ള മറ്റു ആൾക്കാരൊക്കെ ചേർന്നിട്ട് സിയോങ് ജെയുടെ ഒരു ഡ്രഗ് കേസിൻ്റെ പുറകെ ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് അവർ ഏതൊരു സ്ഥലം ടാർഗറ്റ് ചെയ്തിട്ട് അവിടെ അറ്റാക്കിനോ സെർച്ചിനോ വേണ്ടി പോയതാണ്. അവിടെ വെച്ചിട്ട് ഈ സിയോങ് ജെയുടെ ആൾക്കാർ പെട്ടെന്ന് ഇവർക്കെതിരെ ഒരു ഷൂട്ടിംഗ് ഒക്കെ നടത്തി. ആ സമയം ക്യാമിനെ ഷൂട്ട് ചെയ്യാനും ഒരാൾ വരുന്നുണ്ട്. എന്നാൽ ക്യാമിനെ ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് ക്യാമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജാക്ക് എന്ന് പറഞ്ഞ ഒരാൾ മുന്നിലേക്ക് കയറി നിൽക്കുകയാണ്. അങ്ങനെ ക്യാമിന് കൊള്ളേണ്ട ആ ഒരു വെടി ആ ഒരു ജാക്കിന് കൊള്ളുന്നുണ്ട്. അതേസമയം അവരെ വെടിവെച്ച് ആ ഒരാൾക്ക് നേരെ തിരിച്ച് ക്യാമിൻ ഷൂട്ട് ചെയ്തിട്ട് ആ ഒരാളെ കൊല്ലുന്നുണ്ട്. എന്നാൽ ഇതേ സമയം ജാക്കിന് 2-3 തവണ വെടി കൊണ്ടിട്ടുണ്ടായിരുന്നു. ആളുടെ നില നല്ല ഗുരുതരമായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആംബുലൻസിനെ വിളിക്കുന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ എല്ലാം തന്നെ ഇപ്പോൾ ക്യാമിൻ ജെയിലിന് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജാക്ക് എന്ന് വന്ന് കയറിയതും അല്ലെങ്കിൽ തനിക്കായിരുന്നു വെടി കൊള്ളേണ്ടിയിരുന്നതെന്നും ഇനിയിപ്പോൾ നീയാണെങ്കിൽ എന്നെ രക്ഷിക്കാനായിട്ട് ഈ ഒരു കേസിൻ്റെ പുറകെ വന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റത്തില്ല എന്നും അതുകൊണ്ടാണ് ഞാൻ നിന്നെ മാറ്റി നിർത്തുന്നതെന്നും പറയുന്നുണ്ട്. ജെയ്ഡ സമയം പക്ഷേ തനിക്ക് സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്നും താൻ ഒരു പോലീസ് ഓഫീസറാണെന്നും പറയുമ്പോൾ ക്യാമിനാണെങ്കിൽ പ്ലീസ് നീ ഒരു കേസിൽ നിന്ന് മാറിയിരിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ഈ കേസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ജെയ്ഡ പോയി ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അങ്ങനെ മാറിയിരിക്കാനൊന്നും പറ്റത്തില്ല, ഞാനൊരു പോലീസുകാരനല്ലേ, എനിക്കിങ്ങനെ കേസിൽ നിന്ന് മാറിയിട്ട് ക്രിമിനൽസിനെ ഓരോന്ന് കാണിക്കാനായിട്ട് വിട്ടുകൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യാമിനാണെങ്കിൽ നീയായിട്ട് തന്നെ മാറിയില്ലെങ്കിൽ നിന്നെക്കാളും വലിയൊരു പദവിയിലിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ തന്നെ നിനക്കൊരു ഓർഡർ തന്നിട്ട് നിന്നെ ട്രാൻസ്ഫർ ആക്കി വിടുമെന്ന് പറയുന്നുണ്ട്. ജെയ്ഡ സമയം അങ്ങനെ അനാവശ്യ റീസൺസിനൊക്കെ എന്നെ ഇങ്ങനെ പറഞ്ഞുവിടാനാണ് നോക്കുന്നതെങ്കിൽ ആ കാര്യങ്ങളൊന്നും ഞാൻ അനുസരിക്കത്തേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ജെയ്ഡ് വീടിൻ്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ക്യാമിനാണെങ്കിൽ സ്റ്റേഷനിലേക്ക് പോകാൻ റെഡിയായി വരുമ്പോഴത്തേക്കും ജെയ്ഡും ഓൾറെഡി അവിടെ റെഡി ആയിട്ട് ഇറങ്ങാൻ കണക്കിന് തന്നെ ഷൂ ഒക്കെ എടുത്തിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ക്യാമിനപ്പോൾ നമുക്ക് ഒരുമിച്ച് പോയാൽ പോലെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ജെയ്ഡാണെങ്കിൽ അയ്യോ വേണ്ട, നിങ്ങളെക്കാളും കുറച്ച് താഴ്ന്ന പദവിയിലിരിക്കുന്ന വ്യക്തിയല്ലേ ഞാൻ നിങ്ങൾക്ക് മുന്നേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് വർക്കൊക്കെ തുടങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. അവൻ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ദേഷ്യം വെച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയം ക്യാമിനാണെങ്കിൽ നമുക്കിന്ന് ദേഷ്യപ്പെട്ടാതിരുന്നൂടെ എന്നൊക്കെ ഇനി ചോദിക്കുമ്പോഴത്തേക്കും ജെയ്ഡാണെങ്കിൽ അയ്യോ അതൊന്നും ശരിയാകത്തില്ല എന്നുള്ള രീതിയിൽ വീണ്ടും ആ ഒരു ദേഷ്യം മനസ്സിലുള്ളതുകൊണ്ട് അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. ആ സമയമാണ് ക്യാമിന് അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മിറിൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് നിന്ന് ഒരു കോൾ വരുന്നത്. അവർ വിളിച്ചിട്ട് ഇതേപോലെയൊക്കെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്നും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം, മിറിന് എന്തൊക്കെയോ ഡീറ്റെയിൽസ് കിട്ടിയിട്ടാണ് ആ ഡ്രഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുമിച്ച് പോയിട്ട് നോക്കാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് നീ എന്നെ ബോയ് ഫ്രണ്ട് എന്നുള്ള നിലയിലാണ് വിളിക്കുന്നത്, അതോ എൻ്റെ സുപ്പീരിയർ എന്നുള്ള നിലയിൽ എനിക്ക് ഓർഡർ തരുന്നതാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ നിന്നെ എൻ്റെ ബോയ് ഫ്രണ്ട് എന്നുള്ള നിലയിലാണ് വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ചെയ്യുന്ന ചെറിയൊരു സന്തോഷമാവുന്നുണ്ട്.
അതിനുശേഷം സ്റ്റേഷനിലേക്ക് പോകുമ്പോഴത്തേക്കും കിട്ടിയ ഇൻഫർമേഷൻ എന്താണെന്ന് മിറിനൊക്കെ പറയാനേ തുടങ്ങുന്നുണ്ട്. അവർ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ സിയോങ് ജെയുമായിട്ട് ആ ഒരു ഡ്രഗ് എല്ലാം സെല്ല് ചെയ്ത് ആരൊക്കെയാണോ അവരെ അക്കൗണ്ട് ഇങ്ങനെ പൈസ ട്രാൻസ്ഫർ ചെയ്തൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ആരെയും നോക്കിയിട്ട് കിട്ടിയില്ല. വീണ്ടും കുറേ കൂടെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഒരാളെ കിട്ടി. അയാൾ പക്ഷേ ഇങ്ങനെ ക്രിപ്റ്റോ വഴിയാണ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്ന പൈസ. പിന്നെ സ്ഥിരം ഒരേ അക്കൗണ്ടിൽ നിന്ന് തന്നെ ക്യാഷ് കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ക്യാമിൻ പറയുന്നുണ്ട് അപ്പോൾ സ്ഥിരം അയാൾ നിന്ന് ഡ്രഗ്സ് വാങ്ങുന്നൊരു കസ്റ്റമർ ആയിരിക്കുമല്ലേ എന്ന്. ഇതിനാ സമയം ഞാൻ ഒന്നുകൂടെ അപ്പോൾ കൂടുതൽ അന്വേഷിച്ചു. കാരണം ക്രിപ്റ്റോ വഴിയാണ് ഒരാളിങ്ങനെ കൊടുക്കുന്നതെങ്കിൽ അയാളുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു തവണ അതാണെങ്കിൽ ക്രിപ്റ്റോ എന്നല്ല അതൊരു നോർമൽ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ സെൻഡ് ആയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് ചാമ്പിൻ്റെ അക്കൗണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട് ജെയ്ഡപ്പോൾ. അപ്പോൾ ചാമ്പാണ് ചെയ്തതെന്ന് ഉറപ്പുണ്ടോ എന്ന് നോക്കുമ്പോൾ അതെ അത് ഉറപ്പായിട്ടും ചാമ്പിൻ്റെ തന്നെയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ശരിയെന്നാൽ അത്രയും ഇൻഫർമേഷൻ തന്നതിന് താങ്ക് യു. പെട്ടെന്ന് തന്നെ അതൊരു സമ്മറി ആക്കിയിട്ട് എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട് ക്യാമ്പിനും ജെയ്ഡും അവിടെ നിന്ന് പോകുന്നുണ്ട്. അവർ പോയി കഴിയുമ്പോഴത്തേക്കും മറ്റേ രണ്ട് ഓഫീസേഴ്സും അല്ല അവർ രണ്ടുപേരും ഒരുമാതിരി ഉണ്ടായിരുന്നത്. രണ്ടുപേരും തമ്മിൽ വഴക്കുമല്ലോ ഉണ്ടായോ എന്നിങ്ങനെ ഒരു സംസാരവും വരുന്നുണ്ട്. അതേസമയം ഇവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജെയ്ഡിന് ഇപ്പോഴും ദേഷ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ക്യാമ്പിനാണെങ്കിൽ ജെയ്ഡ് നമുക്ക് സംസാരിച്ച് തീർക്കാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാമെന്ന് പറയുന്നുണ്ട്. ജെയ്ഡപ്പോൾ എനിക്ക് പേഴ്സണൽ കാര്യങ്ങൾ വർക്കിൻ്റെ ഇടയിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാം, എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജെയ്ഡാണെങ്കിൽ അപ്പോൾ എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ഇല്ലെന്നാണോ നീ വിചാരിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ക്യാമിൻ ജെയ്ഡിനെ വലിച്ചെടുത്തുകൊണ്ട് ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ജെയ്ഡ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ക്യാമിൻ നേരെ കൊണ്ടുവന്നത് ബോക്സിങ് ചെയ്യിപ്പിക്കാനായിരുന്നു. അതായത് ജെയ്ഡിൻ്റെ ദേഷ്യം എല്ലാം ബോക്സിങ് ചെയ്ത് തീർക്കാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ദേഷ്യം മാറും നീ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ജെയ്ഡ് ഇല്ല പക്ഷേ ഇത് ക്യൂട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ബോക്സിങ് ചെയ്യുന്നുണ്ട്. ജെയ്ഡ് എന്നിട്ട് ക്യാമിനോട് പറയുന്നുണ്ട് എനിക്കറിയാം നിനക്ക് എന്നെക്കുറിച്ച് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, മുമ്പ് നിനക്ക് വേണ്ടിയിട്ട് ആ ഒരു അപകടത്തിൽപ്പെട്ട ജാക്കിനെ പോലെ ഒരു സബോർഡിനേറ്റ് അല്ല ഞാൻ. എനിക്കാണെങ്കിൽ സ്വയം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല നീയും കൂടെ അതൊന്ന് മനസ്സിലാക്കണം. നിനക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ പലതും ട്രിഗർ ആവാൻ ചാൻസ് ഉണ്ടെന്ന് അറിയാം. പക്ഷേ നീ ആണെങ്കിൽ ഒന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ക്യാമിനും മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ക്യാമിൻ ശരി എന്നാൽ ദേഷ്യമെല്ലാം മാറിയില്ലെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു റൗണ്ടും കൂടെ ബോക്സിങ് ചെയ്യാമെന്ന് ജെയ്ഡ് പറയുന്നുണ്ട്. അങ്ങനെ ക്യാമിനാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ജെയ്ഡാണെങ്കിൽ താഴെ എന്തോ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ക്യാമിൻ്റെ ശ്രദ്ധ തിരിക്കുന്നുണ്ട്. എന്നിട്ട് വലിയൊരു സ്റ്റണ്ടും കാണിച്ച് അവനെ കൊണ്ട് താഴെ ചെന്ന് വീഴുന്നുണ്ട്. താഴേക്ക് ചെന്ന് വീഴുമ്പോഴത്തേക്കും രണ്ടുപേരും അതിനെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ വരാണ്. അങ്ങനെ കണ്ടും നോക്കി 2 മിനിറ്റ് ഇരിക്കുന്നുണ്ട്. അതിനുശേഷം എഴുന്നേറ്റൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ജെയ്ഡ് ചോദിക്കുന്നുണ്ട് അല്ല ഇങ്ങനെയാണോ നീ എപ്പോഴും ആൾക്കാരെ പിണക്കം മാറ്റുന്നതെന്ന്. ക്യാമിനപ്പോൾ ഞാനങ്ങനെ ആരെയും പിണക്കം മാറ്റാറായിട്ട് പോകാറില്ല, റയറായിട്ട് മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ എന്ന് മറുപടി പറയുന്നുണ്ട്. ജെയ്ഡപ്പോൾ അപ്പോൾ നീ ആദ്യമായിട്ട് പിണക്കം മാറ്റാനായിട്ട് വന്നത് എൻ്റെ അടുത്താണോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അതൊന്നും ആലോചിച്ച് കൂടുതൽ അഭിമാനിക്കാനൊന്നും നിൽക്കണ്ട, ഞാൻ നിൻ്റെ അടുത്ത് പിണങ്ങുമ്പോഴത്തേക്കും നീ എങ്ങനെ ആയിരിക്കും പിണക്കം മാറ്റാന്ന് നോക്കുമ്പോഴത്തേക്കും അതിന് എൻ്റേതായ ട്രിക്കുകളുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ക്യാമിൻ ഇങ്ങനെ മറുപടി പറയുന്നുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ അടുത്ത് എല്ലാ ദേഷ്യവും മാറിക്കാണുമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും കുറച്ചധികം കാര്യങ്ങൾ നീ എനിക്ക് തരുവാണെങ്കിൽ എൻ്റെ ദേഷ്യം പെട്ടെന്ന് ഇങ്ങനെ മാറുമെന്ന് പറഞ്ഞിട്ട് കിസ് ചെയ്യാനേ വരുന്നുണ്ട്. എന്നാൽ ക്യാമിൻ അതൊക്കെ വീട്ടിൽ വെച്ച് മതി എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് മാറാനായിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതിനുശേഷം ഒരു ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ ജെയ്യിനെ മീറ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. കാരണം ജെയ്യാണെങ്കിൽ പോലീസുകാരെ കണ്ണുവെട്ടിച്ച് ചെറിനെയും ചാമ്പിനെയും മീറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഇപ്പോൾ ജെയ്ഡ് അറിഞ്ഞിട്ടുണ്ട്. അത് വരുമ്പോൾ തന്നെ ക്യാമിനോടവൻ പറയുന്നുണ്ട്. ജെയ്ഡ് അങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാനായി തുടങ്ങുമ്പോൾ ക്യാമിനാണെങ്കിൽ അല്ല നമുക്ക് അതിനേക്കാളും വേറൊരു വലിയൊരു പണി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് സിയോങ് ജെ ഇപ്പോൾ ഒളിത്താവളമായിട്ട് എവിടെയാണോ മറങ്ങിയിരിക്കുന്നത് ആ സ്ഥലം കണ്ടെത്തിയെന്നായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ അങ്ങോട്ടേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇതിൽ സിയോങ് ജെ ഇന്ന് തന്നെ ഈ നാട് വിട്ട് പോകാനേ നിൽക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ആ സമയം ക്യാമിനാണെങ്കിൽ ഇനി നമ്മൾ വഹിക്കാൻ പാടില്ല, നമുക്ക് സിയോങ് ജെയുടെ സ്ഥലത്ത് പോയിട്ട് അയാളെ ക്യാച്ച് ചെയ്യാം, അങ്ങനെ നമുക്ക് ആ ഡ്രഗ് വാങ്ങുന്ന ആരാണെന്നും ഒരുപക്ഷെ കില്ലർ ആരാണെന്ന് വരെ മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ചെയ്യിടും ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയുമ്പോഴത്തേക്കും അതെനിക്കറിയാം, കാരണം പറഞ്ഞാൽ നീയാണെങ്കിൽ വരാതിരിക്കാൻ പോകുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോവാണ്. ഇതേസമയം ചാമ്പിനെയും ചെറിനെയും കാണിക്കുകയാണെങ്കിൽ ചാമ്പ് ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് എന്തോ ആണെന്ന് തോന്നുന്നു കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ചെറിനെയും കൊണ്ട് മറ്റൊരു സ്ഥലത്തുള്ള അവൻ്റെ ഒരു വീട്ടിലേക്ക് താമസം മാറാനായിട്ട് നിൽക്കുക. ഒരുപക്ഷെ ആ ഒരു കില്ലറിൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ചെറിന് എന്തൊരു ഡൗട്ട് വന്നിട്ട് നിനക്ക് ആ ഒരു ലെറ്റർ കിട്ടിയെന്ന് പറഞ്ഞ് സത്യമാണോ, നിനക്ക് ട്രൂത്ത് ഓർ ഡെയറിൻ്റെ ലെറ്റർ കിട്ടിയോ, അതിൻ്റെ അകത്ത് എങ്ങാനും എന്നെ കൊല്ലാനായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകാനാണോ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണോ നീ ഇങ്ങനെ ചെയ്യുന്നതിനെ ചോദിക്കുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ നീ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്, നിനക്ക് എന്നെ വിശ്വാസമില്ല, നമുക്ക് ഒരുമിച്ച് സർവൈവ് ആവേണ്ടതല്ലേ, ഞാനൊരിക്കലും നിന്നെ ചതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ അവൻ കുറച്ച് ദേഷ്യത്തിൻ്റെ ടോണിലായിരുന്നു സംസാരിച്ചിട്ടും ഉണ്ടായിരുന്നത്. സോ അതിനും സോറി പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവളെയും കാറിൽ കയറ്റി കൊണ്ടങ്ങ് പോകുന്നുണ്ട്. അടുത്ത് ജെയിനെയും ക്യാമിനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും അവരിപ്പോൾ സിയോങ് ജെ ഉണ്ടെന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്താണുള്ളത്. അവിടെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിലുള്ള ലീയും യൂമിനെ ക്യാമിൻ്റെ ഒരു ഫ്രണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവരാണെങ്കിൽ അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യാൻ കണക്കിട്ട് നിൽക്കുകയാണ്. ആ ഒരു ടൈമിന് ക്യാമിനാണെങ്കിൽ ജെയിലിന് വേണ്ടിയിട്ട് താൻ തന്നെ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ഒരു ടാലിസ്മാൻ ഇങ്ങനെ വരച്ചത് കൊടുക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ സ്വയം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഇത്. അപ്പോൾ ഇവനാണെങ്കിൽ പറയുന്നുണ്ട് ഇതൊക്കെ പ്രാർത്ഥനാ സ്ഥലങ്ങളൊന്നും വാങ്ങണ്ടല്ലേ, നീ വരച്ചതായിട്ട് ഇതൊക്കെ വർക്കാവുമെന്ന്. ആ ക്യാമിനെ പോകും എങ്കിൽ പിന്നെ അതെങ്കിൽ തിരിച്ച് തന്നേക്ക് എന്ന രീതിയിൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇല്ലില്ല ഞാൻ തന്നെ വെച്ചേക്കാന്നുള്ള രീതിയിൽ അവൻ പറയുന്നുണ്ട്. ആ ടൈമിന് ഇവരിങ്ങനെ
അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്നുകൂടെ പ്ലാൻ സംസാരിക്കാനായിട്ട് ക്യാമിൻ്റെ ഒരു ഫ്രണ്ട് ഇവരെയൊക്കെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാനും ക്യാമിനും കൂടെ ആയിട്ട് ഫസ്റ്റ് ഫ്ലോർ അറ്റാക്ക് ചെയ്യും, ലീയും യുവും ജെയ്ഡും കൂടെ ആയിട്ട് സെക്കൻഡ് ഫ്ലോർ അറ്റാക്ക് ചെയ്യണം, എവിടെയെങ്കിലും സിയോങ് ജെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരകത്തേക്ക് കയറുമ്പോൾ തന്നെ സിയോങ് ജെയുടെ ആൾക്കാർ ഇവരെ അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടിട്ട് ഇവർ കയറി പോകുന്നുണ്ട്. കയറി പോകുമ്പോൾ നമ്മുടെ ജെയ്ഡും ലീയും യുവും കൂടെ ആയിട്ട് സിയോങ് ജെ ഒരു റൂമിൽ നിൽക്കുന്ന കാണുന്നുണ്ട്. ഇവരെ കാണുന്നതും എസ്കേപ്പ് ആവാനായിട്ട് അയാൾ അവിടെ സൈഡിലുള്ള ജനലിൽ നിന്ന് അങ്ങ് താഴേക്ക് എടുത്ത് ചാടാണ്. ജെയ്ഡ് ഒന്നും നോക്കുന്നില്ല, കൂടെ ചാടുന്നുണ്ട്. ലീയും യുവും അയ്യോ നമുക്കും പെട്ടെന്ന് പോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ചാടാൻ നിൽക്കുന്നില്ല, സ്റ്റെപ്പ് വഴി ഇറങ്ങാനായി തുടങ്ങുന്നുണ്ട്. ആ സമയം ക്യാമിനെയൊക്കെ കാണുമ്പോഴത്തേക്കും ക്യാമിൻ അല്ല ജെയ്ഡ് എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജെയ്ഡാണെങ്കിൽ സിയോങ് ജെയുടെ പുറകെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോയി എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അതേസമയം ജെയ്ഡാണെങ്കിൽ സിയോങ് ജെനെ ഇങ്ങനെ ഓടിച്ചിട്ട് പിടിക്കാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇയാളങ്ങ് സ്പീഡിനങ്ങ് ഓടിപ്പോവാണ്. ജെയ്ഡ് അങ്ങനെ സിയോങ് ജെനെ ഓടിച്ചിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയയിലേക്ക് എത്തുന്നുണ്ട്. സിയോങ് ജെ പെട്ടെന്ന് തന്നെ അവിടെ എവിടെയൊക്കെ ഒരു മറങ്ങിയിരിക്കുന്നുണ്ട്. അത് മനസ്സിലായിട്ട് ജെയ്ഡും ഇങ്ങനെ പതുക്കെ അയാൾ എവിടെയാണ് ഇരിക്കുന്നത് നോക്കി നോക്കി വരുമ്പോഴത്തേക്കും സിയോങ് ജെ എന്തോ കമ്പി പോലത്തെ സംഭവം എടുത്തിട്ട് ഇവൻ അറ്റാക്ക് ചെയ്യാനേ വരുന്നുണ്ട്. എന്നാൽ ഇവനാണെങ്കിൽ ഇയാൾ അടിച്ചിട്ടിട്ട് അന്ന് എൻ്റെ കാർ തടഞ്ഞു വെച്ചിട്ട് താൻ എന്നെ ഉപദ്രവിച്ചില്ലേ, ഇത് അതിനുള്ള പകരം വീട്ടിലാണെന്ന്. എന്നാൽ സിയോങ് ജെയുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഇവനെ കുത്താനേ വരുന്നുണ്ട്. ആ ടൈമിന് ഇവൻ്റെ ബാഡ്ജിൽ ഈ ഒരു കത്തി ഇങ്ങനെ കുത്തി നിൽക്കുകയാണ്. ഇവനാണെങ്കിൽ തടയുന്നതുകൊണ്ട് തന്നെ അവൻ്റെ ദേഹത്തേക്ക് ആ ഒരു കത്തി കയറുന്നില്ല. ആ ടൈമിന് കറക്റ്റ് അങ്ങോട്ടേക്ക് ക്യാമിൻ വരുന്നുണ്ട്. ക്യാമിൻ വന്ന് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇയാൾ സൈഡിലേക്ക് ഇങ്ങനെ മാറിപ്പോവാണ്. അയാളുടെ കാലിലും വെടി കൊണ്ടിട്ടുണ്ടായിരുന്നു. ക്യാമിൻ ആ ടൈമിൽ ജെയ്ഡ് നീ ഓക്കെ ഇല്ലെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഫൈറ്റിൻ്റെ ഇടയിൽ ജെയ്ഡിൻ്റെ തോക്ക് അയാൾ ഇപ്പോൾ വീണ് കിടക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ അങ്ങോട്ടേക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് ആ ഒരു തോക്കെടുത്ത് ക്യാമിനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. എന്നാൽ ആ ഒരു കാര്യം കണ്ടിട്ട് ക്യാമിൻ്റെ തോക്കെടുത്ത് പെട്ടെന്ന് തന്നെ ജെയ്ഡ് അയാളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റ് നെറ്റി തന്നെയാണ് വെടി കൊണ്ടിരിക്കുന്നത്. സോ മരിക്കാനുള്ള ചാൻസും കൂടുതലാണ്. എന്തായാലും ജെയ്ഡിനെയും കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലോട്ടൊക്കെ പോയിട്ട് ക്യാമിനും അവനും കൊണ്ട് തിരിച്ചു വന്നിരിക്കുമ്പോഴത്തേക്കും ക്യാമിൻ ജെയ്ഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്ത ആ ഒരു ടാലിസ്മാൻ അതാണെങ്കിൽ സത്യം പറഞ്ഞാൽ ജെയ്ഡിൻ്റെ ബാഡ്ജിൽ തന്നെ അവൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബാഡ്ജിലാണ് ഇന്ന് ആ ഒരു കത്തി കുത്തി ചെയ്യുന്നതും അവനൊന്നും പറ്റാതിരുന്നതും. ജെയ്ഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാമിനത് കൊടുത്തത്. അതാണെങ്കിൽ വർക്കാവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ജെയ്ഡാണെങ്കിൽ നിൻ്റെ ഈ ടാലിസ്മാൻ വർക്കൊന്നും ആവുന്നില്ലല്ലോ, ഇത് കൊള്ളത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ക്യാമിനാണെങ്കിൽ എങ്കിൽ പിന്നെ തിരിച്ച് തന്നേക്കാനായിട്ട് പറയുന്നുണ്ട്. ജെയ്ഡ് ഇപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതാ, അതുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് രക്ഷപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ക്യാമിനാണെങ്കിൽ ജെയ്ഡിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്കും അവൻ അവിടെ തന്നെ നിർത്തിക്കാനായിട്ടുള്ള വഴിയൊക്കെ നോക്കിയതാണ്. എന്നാൽ താൻ നിൽക്കത്തില്ല എന്നും പറഞ്ഞിട്ടായിരുന്നു ജെയ്ഡ് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. ക്യാമിനിപ്പോൾ അവിടെ തന്നെ നിന്നാൽ പോരായിരുന്നോ, നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റുമായിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ലല്ല എനിക്ക് വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കുന്നതാണ് ഇഷ്ടമെന്നൊക്കെ ജെയ്ഡ് തിരിച്ച് പറയുന്നുണ്ട്. അത് മാത്രമല്ല സിയോങ് ജെ ഇവരെ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നതും പെട്ടെന്ന് ജെയ്ഡ് ക്യാമിൻ്റെ തോക്കെടുത്താണല്ലോ അയാളെ ഷൂട്ട് ചെയ്തത്. അതെന്തായാലും മേളിലുള്ള ഉദ്യോഗസ്ഥർ അറിഞ്ഞു കഴിഞ്ഞിട്ട് പ്രശ്നമാവുമെന്ന് ഇവർക്കറിയാം. കാരണം അങ്ങനെയൊന്നും തോക്കെടുത്ത് യൂസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് അയാൾ നെറ്റിയിൽ കൊണ്ടതുകൊണ്ട് തന്നെ അയാൾ മരിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ ക്യാമിനെ മിക്കവാറും ചോദ്യം ചെയ്യാനായിട്ട് വിളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ക്യാമിനാണെങ്കിൽ എനിക്കറിയാം, എന്തായാലും ഞാൻ പോയിട്ട് നീയല്ല ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ഞാൻ അയാളോട് പറയുമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ജെയ്ഡാണെങ്കിൽ അത് വേണ്ട ഞാനാണ് ചെയ്തതെന്ന് അന്ന് തുറന്ന് പറഞ്ഞേക്കുക, അതാകുമ്പോൾ ചിലപ്പോൾ എന്നെ മാറ്റി കഴിയുമ്പോൾ എന്നെക്കാളും നല്ലൊരു സപ്പോർട്ടിനെ നിനക്ക് കിട്ടിയാലോ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ അവൻ ഇരിക്കുന്നുണ്ട്. രണ്ടുപേരും ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ഇവരെന്നിട്ട് ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ അടുത്ത് കാണിക്കുന്നത് ജെയ്ഡാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നോക്കുമ്പോഴത്തേക്കും ക്യാമിനാണെങ്കിൽ കണ്ണടച്ചടന്ന് ഉറങ്ങുന്നുണ്ട്. എന്നാൽ ക്യാമിൻ്റെ അറ്റൻഷൻ കിട്ടണം എന്നൊരാഗ്രഹം തോന്നിയിട്ട് പെട്ടെന്ന് ജെയ്ഡിന് മുമ്പേ ഉണ്ടായ ഒരു മുറിവാണെങ്കിൽ തൊട്ടിട്ട് അയ്യോ എനിക്ക് വേദനിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഇവൻ ബഹളം വയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ക്യാമിനാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റിട്ട് എന്ത് പറ്റി വേദനിക്കുന്നുണ്ടോ, ഞാൻ പറഞ്ഞല്ലേ ഹോസ്പിറ്റലിൽ നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞാൽ രാത്രി ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങേണ്ടി വരും, ഇതാകുമ്പോൾ എനിക്ക് നിൻ്റെ മുഖം കാണാമല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് ആ ഒരു ഒറ്റ റീസൺ കൊണ്ട് മാത്രമാണ് നീ ഹോസ്പിറ്റലിൽ നിൽക്കാതെ ഇങ്ങോട്ടേക്ക് എന്നത്, ഫുള്ള് മണ്ടത്തരാണല്ലോ പറയുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അത് പിന്നെ ലവിൻ്റെ കാര്യത്തിൽ മണ്ടത്തരം അങ്ങനെയൊന്നും ഇല്ലാന്ന് വെച്ചാൽ ജെയ്ഡ് പറയുന്നുണ്ട്. ക്യാമിനപ്പോൾ പിന്നെ ഒന്നും പറയാൻ നിൽക്കുന്നില്ല, അവൻ തിരിഞ്ഞു കിടന്ന് ഉറങ്ങാണ്. ജെയ്ഡ് അപ്പോൾ പെട്ടെന്ന് ക്യാമിനെ ഹഗ് ചെയ്യുന്നുണ്ട്. ആ ടൈമിന് ക്യാമിനാണെങ്കിൽ ഈ പൊസിഷനിൽ കിടന്നാൽ എങ്ങനെ ഉറങ്ങാനാ, നിനക്ക് മുറിവ് വേദനിക്കുന്നുണ്ടെന്നും പറഞ്ഞില്ലേ, മര്യാദ കിടന്ന് ഉറങ്ങാനേ പറയുന്നുണ്ട്. എന്നാൽ ജെയ്ഡ് ക്യാമിന് ഒരു കിസ്സും കൊടുത്ത് ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ക്യാമിന് അപ്പോൾ ചെറിയൊരു ബ്ലഷും സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ അവനും അങ്ങ് ഉറങ്ങാണ്. അടുത്ത ദിവസം അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായിട്ട് കളിച്ചും ചിരിച്ചൊക്കെയാണ് നേരെ സ്റ്റേഷനിലേക്ക് വരുന്നത്. ഇത് അവിടെയുള്ള രണ്ട് സ്റ്റാഫുകളും കാണുന്നുണ്ടായിരുന്നു. രണ്ടും തമ്മിലുള്ള വഴക്ക് മാറിയെന്ന് തോന്നുന്നത്. ഇപ്പോൾ ഒരുമിച്ചാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ നാലുപേരും ആ ഒരു കേസിൻ്റെ കാര്യത്തിലേക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് കിടക്കുന്നുണ്ട്. ആ സമയം സിയോങ് ജനെ ക്യാച്ച് ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ അയാളുടെ മൊബൈൽ ഫോൺ ഇവർക്ക് ചെക്ക് ചെയ്യാനായിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ചാമ്പുമായിട്ട് ഇയാൾ ഡ്രഗ് ഡീലിംഗ് നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ മാത്രമാണ്, പക്ഷേ നടത്തിയ ഡ്രഗ് ഡീലിംഗ് ഈ കെറ്റാമിൻ വാങ്ങാനായിരുന്നില്ല, പകരം എക്സ്റ്റസി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഡ്രഗാണ് വാങ്ങിച്ചതെന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ഓക്കെ ചാമ്പല്ല കില്ലർന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതേസമയം തന്നെ ജെയ്ഡാണ് ഈശോ കഷ്ടപ്പെട്ട് അയാളെ പിടിച്ചത് വെറുതെ ആയോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇല്ലല്ല എനിക്ക് മറ്റൊരു ഇൻഫർമേഷൻ കൂടെ കിട്ടിയിട്ടുണ്ട്. കെറ്റാമിൻ ഇയാളുടെ കയ്യിൽ നിന്ന് ആരൊക്കെയാണോ വാങ്ങിച്ചത് അവരെല്ലാവരും തന്നെ ഇയാളെ നിന്ന് ആ ഒരു ഡീലിംഗ് നടത്തിയത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ചാണ്. അത് ഈ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ഒരു ലൊക്കേഷൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ ഏതാ ഏരിയ എന്നൊന്നും ക്യാമിന് മനസ്സിലാവുന്നില്ല. എന്നാൽ ജെയ്ഡ് സൂക്ഷിച്ചു നോക്കി ഇത് ടോങ്ക്ല താമസിക്കുന്ന സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവർക്ക് അതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു.
ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇവരാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ച് നോക്കുന്നുണ്ട്. അത് ടോങ്ക്ലോ ഓൾറെഡി മരിച്ചതാണ്, അവനിനി എന്തായാലും സസ്പെൻഡ് ലിസ്റ്റിൽ ഇടാനായിട്ട് പറ്റത്തില്ല. പക്ഷേ അവൻ്റെ സ്ഥലം കാണിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവുന്നു. അപ്പോഴാണ് ക്യാമിൻ നോക്കുമ്പോൾ ഫായുടെ ഓട്ടോപ്സി റിപ്പോർട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന ഡോക്ടർ പുത്ത് അവനെയും വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്ന കാണുന്നത്. കഴിഞ്ഞ ദിവസം കോൾ ചെയ്തിട്ട് ഇതേപോലെ കെറ്റാമിൻ്റെ വല്ല അംശം ഉണ്ടോ എന്ന് അവളെ ബോഡിയിൽ നിന്ന് ചെക്ക് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഇവൻ വിളിച്ചുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഡോക്ടർ കാണാനായിട്ട് വന്നത്. ഡോക്ടർ എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ ഫോൺ നമ്പർ നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. ഞാനാണെങ്കിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്തായിരുന്നു, പക്ഷേ അവളുടെ ബോഡിയിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഡ്രഗ്സും കിട്ടിയില്ല. ഫായുടെ ബോഡിയിൽ കെറ്റാമിനൊന്നും ഇല്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് ജെയ്ഡാണെങ്കിൽ പക്ഷേ അവളെ ബാക്കി എല്ലാ ഫ്രണ്ട്സിൻ്റെ ബോഡിയിലും കെറ്റാമിൻ ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് അവളുടെ ബോഡിയിൽ ഇല്ല എന്നുള്ള ഇത് വരുമ്പോഴത്തേക്കും പുത്താണെങ്കിൽ എനിക്കിതിൽ വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് വന്നതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ പോകാനായി തുടങ്ങുന്നുണ്ട്. ആ ടൈമിന് ക്യാമിനാണെങ്കിൽ എനിക്കൊരു ഹെൽപ്പും കൂടെ ചെയ്യാമോ, അത് പിന്നെ ഫായുടെ ബോഡി നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് മെയിൻ ഹോസ്പിറ്റലിലോട്ട് ഒന്ന് മാറ്റാമോ, കാരണം മരിച്ചുപോയ എല്ലാവരുടെയും ബോഡി ഞങ്ങൾക്ക് ഒരുമിച്ച് കണ്ടിട്ട് കില്ലർ കൊന്ന ആ ഒരു ടൈമിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പുത്തപ്പോൾ ഓക്കെ, അതിനുള്ള അറേഞ്ച്മെൻറ്റ് താൻ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ നോട്ട് ചെയ്യാനായിട്ട് ഒരു കാര്യം പ്രത്യേകം പറയാം, ഈ പുത്തു ശരിക്കും പാവമായിട്ടാണോ ഇങ്ങനെയെന്ന് അറിയത്തില്ല, പക്ഷേ അയാൾ ആക്ട് ചെയ്യുന്നതിൽ എവിടെയോ എന്തൊക്കെയോ ഒരു അപാകത എനിക്ക് എന്തായാലും തോന്നുന്നുണ്ട്. എന്തായാലും പിന്നീട് അടുത്ത ചാമ്പിനെയും ചെറിനെയും കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചാമ്പാണെങ്കിൽ വീഡിയോ ഗെയിം എന്താ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചെറിന് ഉറങ്ങാനായിട്ട് കിടക്കുന്നുണ്ട്. എന്നാൽ ഉറക്കാൻ വരാത്തതുകൊണ്ട് തന്നെ അവനെ ഹഗ് ചെയ്ത് അവൾ ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമുക്ക് UK പോയിട്ട് പഠിക്കാനായിട്ട് പറ്റുമെന്ന്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റിലായി കഴിഞ്ഞോട്ടെ, അതിനുശേഷം നിനക്ക് എവിടെയാണോ പോവേണ്ടത് അവിടെ ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. ചെറിനപ്പോൾ നീ ഭയങ്കര സ്വീറ്റായിട്ടാണല്ലോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ സ്വീറ്റായിട്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ, വേറെ ഒന്നും ഇല്ലെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് അവളെ കിസ് ചെയ്യാനേ പോകുന്നുണ്ട്. എന്നാൽ അവളാണെങ്കിൽ അവനെ തടങ്ങിയിട്ട് അവിടെ സൈഡിൽ ഇരുന്ന് അവളുടെ ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുന്നുണ്ട്. എന്നിട്ട് തമ്മിൽ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോകുന്നുണ്ട്. അവനപ്പോൾ പെട്ടെന്ന് വാങ്ങി അതിനെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയാണ്. എന്നാൽ അവൾ പോയി കഴിയുമ്പോൾ ആളുടെ മുഖം അങ്ങ് മാറുന്നുണ്ട്. അവൾ കുടിച്ചുകൊണ്ടിരുന്ന ഒരു ഡ്രിങ്ക്സിലേക്ക് അവനാണെങ്കിൽ എന്തൊരു ഡ്രഗ്സ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് ചാമ്പ് അവളെയും കൊണ്ട് എങ്ങോട്ടോ പോവുകയാണ്. എന്നാൽ ആ നേരം കൊണ്ട് അവൻ ആ ഡ്രഗ്സ് ആഡ് ചെയ്ത ഒരു ഡ്രിങ്ക്സ് അവൾ കുടിച്ചിട്ടുണ്ടായിരുന്നു, അവളുടെ ബോധം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെയും കൊണ്ട് പോകുന്ന സമയം ചാമ്പിന് കിട്ടിയ ആ ഒരു ലെറ്റർ അവൻ എടുത്ത് നോക്കുകയാണ്. അപ്പോഴാണ് അതിൻ്റെ അകത്ത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമ്മളും കാണുന്നത്. അതിൻ്റെ അകത്ത് ആ ഒരു കില്ലർ എഴുതിയിരുന്നത്, നീയാണെങ്കിൽ ഞാൻ പറയുന്ന ലൊക്കേഷനിലേക്ക് ചെറിനെ ബോധം കെടുത്തിയിട്ട് കൊണ്ടുവരണം, ഈ ഒരു കാര്യം ആരെ അറിയിക്കാനും പാടില്ല, എങ്കിൽ ഞാൻ നിന്നെ കൊല്ലാതെ വെറുതെ വിടാമെന്നായിരുന്നു. അതും വിശ്വസിച്ചാണ് അവളെയും കൊണ്ട് അവൻ പോകാൻ തുടങ്ങുന്നത്. എന്നാൽ പോകുന്ന വഴിക്ക് അവനും എന്തോ തല ഇറങ്ങുന്ന പോലെയൊക്കെ ഫീൽ ആവുന്നുണ്ട്. ഇനി എന്തെങ്കിലും അവനും ഡ്രഗ് യൂസ് ചെയ്തൊന്നും അറിയത്തില്ല, അവനും ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട്. ഓട്ടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവൻ്റെ ബോധം പോവാണ്. അങ്ങനെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ഒരിടത്ത് ഇടിച്ചിരിക്കുന്നുണ്ട്. അവിടെ തന്നെ ആ ഒരു കില്ലറും ഉണ്ടായിരുന്നു, കില്ലറിൻ്റെ കൂടെ ഹെൽപ്പിൽ നിൽക്കുന്ന ആ ഒരാളും ഉണ്ടായിരുന്നു. എന്തായാലും കില്ലറിൻ്റെ കൂടെ നിൽക്കുന്ന ആളെ ഡ്രസ്സിങ് വെച്ചിട്ട് അതൊരു പെൺകുട്ടിയാണെന്ന് നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത് ക്യാമ്പിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ അവൻ്റെ കമാൻഡർ വിളിച്ചിട്ട് ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അവിടെയാണെങ്കിൽ തന്നെ ക്യാമ്പിൻ്റെ അച്ഛനായിട്ടുള്ള ഒരു MP ഉണ്ടായിരുന്നു. വരുമ്പോൾ തന്നെ ക്യാമ്പിനോട് ദേഷ്യപ്പെട്ടിട്ട് താൻ ഇങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, മീഡിയക്കാർ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാനാണെങ്കിൽ വർക്ക് ചെയ്തതിൽ ഒരു തെറ്റുമില്ല, പിന്നെ മീഡിയ പറയുന്നത് എല്ലാം വിശ്വസിക്കുകയൊന്നും വേണ്ട. ചാമ്പ് സിയോങ് ജെയുമായിട്ട് ഡ്രഗ് ഡീലിംഗ് നടത്തി എന്നുള്ളൊരു കാര്യം സത്യമായിട്ടുള്ള ഒന്നാണ്. പക്ഷേ അവൻ വാങ്ങിച്ചത് എക്സ്റ്റസി എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഡ്രഗായിരുന്നു. ഒരുപക്ഷെ അവൻ കെറ്റാമിനെ വാങ്ങിച്ചിട്ടുണ്ടാവാനും ചാൻസ് ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കില്ലറാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ചാമ്പിൻ്റെ അച്ഛൻ, അതിന് നീ ചാമ്പിനോട് അവൻ എങ്ങനെ ചെയ്തിട്ടുണ്ടോ നീ എങ്ങനെയാണ് ചോദ്യം ചെയ്തോ, ചോദ്യം ചെയ്താലല്ലേ എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അതിന് നിങ്ങൾ സമ്മതിക്കണ്ടേ, ഞങ്ങൾ എപ്പോൾ വന്നാലും ഞങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്ന് അവൻ തിരിച്ച് ചോദിക്കുകയാണ്. ആ സമയം ചാമ്പിൻ്റെ അച്ഛൻ, നീ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ റൂൾസും റെഗുലേഷൻസും എല്ലാം ഫോളോ ചെയ്തിട്ട് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് സഹകരിക്കാൻ താല്പര്യമില്ലാന്ന് എഴുതിയിട്ട് ലാസ്റ്റ് അവൻ എങ്ങാനും മരിച്ചിട്ട് പിന്നെ എൻ്റെ അടുത്തൊന്നും പറയാൻ വന്നേക്കരുത്, എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ചാമ്പിൻ്റെ അച്ഛൻ കൂടുതൽ ദേഷ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ ഇനിയിപ്പോൾ ചാമ്പ് കില്ലറാവാനും ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും അയാൾ ക്യാമ്പിനെ അടിക്കുവാണ്. ആ ടൈമിന് തന്നെ അയാൾ കമാൻഡറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെയൊക്കെ ഇങ്ങനെയാണ് നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന്. കമാൻഡർ അപ്പോൾ താനത് ഹാൻഡിൽ ചെയ്യാമെന്നിങ്ങനെ പറയുന്നുണ്ട്. MP അപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, താൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും കമാൻഡർ ആണെങ്കിൽ ഇയാൾ കൊടുക്കുന്ന ഒരു പ്രഷർ കാരണം തന്നെ ആയിരിക്കണം അപ്പോൾ തന്നെ ക്യാമ്പിനോട്, നിന്നെ ഞാൻ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, നീയാണെങ്കിൽ ഈ ഒരു കേസിൽ നിന്ന് മാറിയിരിക്കുക, എന്തായാലും സിയോങ്ജിയുടെ ഡ്രഗിൻ്റെ കേസ് നീ ഡീൽ ചെയ്യുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ചാമ്പിൻ്റെയൊക്കെ കേസിൽ നിന്ന് ഞാൻ നിന്നെ ഒഴിവാക്കാണ്, നീയാണ് ഇതിൻ്റെ ബാഡ്ജും തോക്കും ഇവിടെ വെച്ചിട്ട് പൊക്കോന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ക്യാബിൻ വല്ലാണ്ടാവുന്നുണ്ട്, ആൾക്കെല്ലാം സങ്കടമാവുന്നുണ്ട്. എന്നാലും അവനാണെങ്കിൽ അവന് പുറത്ത് കാണിക്കാൻ നിൽക്കാതെ അവൻ്റെ ബാഡ്ജും തോക്കും അവിടെ വെച്ചിട്ട് അവൻ പോവുകയാണ്. അടുത്ത് ജെയ്ഡിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ ക്യാമിനും ജെയ്ഡിനും വന്ന ആ ഒരു ട്രൂത്ത് ഓർഡറിൻ്റെ ലെറ്ററും വെച്ചുകൊണ്ട് ക്യാമിൻ വരുന്നതും വെയിറ്റ് ചെയ്ത് ഇവന് ഇരിക്കുന്നുണ്ട്. ക്യാമിൻ വരുന്നതും MP അവൻ്റെ മുഖത്തടിച്ചതിൻ്റെ ഒരു പാട് കണ്ടിട്ട്, നിന്നെ അയാൾ എന്തെങ്കിലും ചെയ്തോ, ഞാൻ ഇപ്പം തന്നെ പോയി ചോദിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവിടുന്ന് ജെയ്ഡ് പോകാനേ നിൽക്കുന്നുണ്ട്. എന്നാൽ ക്യാമിൻ തടങ്ങിയിട്ട്, നീയെങ്കിലും ഈ ഒരു കേസിൽ നിന്ന് പുറത്താവാതെ നമുക്ക് നോക്കണം, പിന്നെ ഞാനിപ്പോൾ സസ്പെൻഡ് ആയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ ജെയ്ഡ് ഞാൻ കാരണമാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ക്യാമിൻ അങ്ങനെയൊന്നും വിചാരിക്കണമെന്ന് പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് റെസ്റ്റ് എടുക്കാനായിട്ടൊരു അവസരവും കിട്ടി, പിന്നെ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചാമ്പിനെയും ചെറിനെയും കണ്ടുപിടിക്കാൻ വേണമെന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞ് അവർ കിസ് ചെയ്യാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ ആൾ സസ്പെൻഡ്
സസ്പെൻഡഡ് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നിട്ട് അടുത്ത ദിവസം ഫുള്ള് പണിയെടുക്കുകയാണ് നമ്മുടെ ക്യാമിൻ. അവനാണെങ്കിൽ റെസ്റ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല, മൊത്തം ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സൈഡിൽ നിന്നിട്ട് ജെയ്ഡാണെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടിട്ട് ക്യാമിനാണെങ്കിൽ നോക്കിക്കേ, നീയാണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുമില്ല, ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് അലങ്കോലമാക്കി ഇടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ജെയ്ഡാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ ഇതൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ ആളെ വിളിക്കാതെ, നീ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ക്യാമിനാണെങ്കിൽ അടങ്ങിയിരിക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. ജെയ്ഡ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം പോലും ടവലിട്ട് തുടയ്ക്കുന്നുണ്ട്. അങ്ങനെ അവർ കൗണ്ടർ മൊത്തം തുടച്ചിട്ട് ജെയ്ഡിൻ്റെ വായും കൂടെ അതേ സെയിം ടവലിട്ട് ഇവൻ തുടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ജെയ്ഡ് ഫുഡ് കഴിച്ച് തീരുന്നതിന് മുന്നേ തന്നെ ആ ഒരു പാത്രം അവൻ്റെ നിന്ന് പിടിച്ചു മാറ്റിയിട്ട് പോയി ആ സൈഡെല്ലാം ക്ലീൻ ചെയ്യും, ഇന്ന് മൊത്തം നമുക്ക് വീട് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവനെ പറഞ്ഞങ്ങ് വിടാണ്. അങ്ങനെ ഇവനായിട്ട് പണിയെടുപ്പിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ജെയ്ഡ് ആ സമയം നീ എൻ്റെ അച്ഛനെ പോലെയാണല്ലോ പെരുമാറുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വീണ്ടും പെട്ടെന്ന് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ടവലിട്ട് അവനെ അടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജെയ്ഡ് അപ്പോൾ ഇതിനേക്കാളും നീ സ്റ്റേഷനിൽ പോയി പണിയെടുക്കുന്നതേ നല്ലത്, കാരണം ഇനി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നീ എൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കുമെന്ന് പറഞ്ഞിട്ട് ജെയ്ഡാണെങ്കിൽ പെട്ടെന്ന് ഇവനൊരു കിസ്സും കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ആ ഒരു കിസ്സിൻ്റെ എഫക്റ്റിൽ ഇവന് തിരിച്ചൊന്നും പറയാനും പറ്റുന്നില്ല. വേണമെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഞാൻ എൻ്റെ അച്ഛനെ പോലെ ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ മൊത്തം ഇവൻ തന്നെ ക്ലീൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.